നല്ലൊരു പാർട്ടി വെയർ സാരിയായിട്ട് നമ്മളിന്ന് വന്നേക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള കളേഴ്സാണ്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്, പിന്നെ ഗ്രീൻ വരുന്നുണ്ട്, നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ഉണ്ട്, മെറൂൺ ഷെയ്ഡുണ്ട്, അതിൻ്റെ പോലെ തന്നെ അക്വാ ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നല്ല നല്ല കളർ കോമ്പിനേഷൻസ് അത് ഉണ്ടോ, നല്ല രസമുള്ള കോമ്പിനേഷൻസാണ് ഇതിൻ്റെ എൻ പോർഷനിൽ ത്രെഡ് വർക്കും ഇന്നർ പോർഷനിൽ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് പോലെ ചെയ്തേക്കുന്നത്. ഫംഗ്ഷൻ കൊടുക്കാൻ അടിപൊളിയാണ്. 2400 റേഞ്ചാണ് വരുന്നത്. കളേഴ്സ് നോക്ക് എന്ത് ഭംഗിയാണ്. ഈവനിങ് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാരീസാണ്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.com സൈറ്റ് ഐ ഡി. ഫസ്റ്റ് സാരി നല്ല ബ്ലൂ ഷെയ്ഡാണ്. പല്ലുവൊക്കെ ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസമായിരിക്കും ഉടുത്ത് കഴിഞ്ഞാൽ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് അതിൽ ബോർഡേഴ്സാണ് കേട്ടോ. പ്ലെയിൻ അല്ല, ബൂട്ടി ഡിസൈൻ വന്നിട്ട് ഇതുപോലെ എൻ പോർഷനിൽ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ എൻ പോർഷനിൽ വർക്ക് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസ് പേരണമെങ്കിൽ അങ്ങനെയും വേണ്ടാം. ഇത് തന്നെ ഇട്ടാലും ഭംഗിയായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് സാരി കാണാൻ. ഫ്ലോയി ആണ്. 1 ലെയറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസി ലുക്കായിരിക്കും. 2400 ആണ് റേഞ്ച്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് സാരി ഇതുപോലെ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ്, എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സിലാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ബ്ലൗസ് ഇതുപോലെ തന്നെ പ്രിൻറ്റ് വന്നിട്ട് ബോർഡേഴ്സാണ് കേട്ടോ. നല്ല രസമുള്ള ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സാരിയാണ്. 2400 റേറ്റ്. നെക്സ്റ്റ് സാരി കണ്ടോ, നല്ല രസമുള്ള ഒരു ഗ്രീനും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ്. ബോർഡേഴ്സ് ഫുൾ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. നല്ല രസമാട്ടോ. ബ്ലൗസ് സെയിം വന്നിട്ട് ഒരു ബോർഡറിങ് ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സാരി കൊടുക്കാം കേട്ടോ. തിരിച്ചൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു അരപ്പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും സാരി. ഡിഫറെൻറ്റ് ലുക്കിലൊക്കെ വെയർ ചെയ്യാൻ പറ്റും. നല്ല രസമുള്ള സാരിയാണ്. 2400 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ല രസമുള്ള ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ വരിക. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട്. ഇവൻ ഇതൊരു മെഹന്തി നൈറ്റിനൊക്കെ ഇടാൻ പറ്റുന്ന സാരീസാണ്. ഇത് ഇപ്പം ബ്രൈഡിന് വേണമെങ്കിൽ ഇടാൻ പറ്റും. നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിൽ തിരിച്ചൊക്കെ സാരി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡിയാസ് വരുമ്പോൾ ഞാനത് പറയുന്നത് കേട്ടോ, നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. തിരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരപ്പട്ടയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും. ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നല്ല ഭംഗിയുള്ള സാരി. ഈ ഒരു റേഞ്ചാണെന്ന് പറയേയില്ല. നല്ല രസമുള്ള ഈവനിങ് പാർട്ടിക്കൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് ഗ്രീനാണ് ഷെയ്ഡ് വന്നേക്കുന്നത് കേട്ടോ. ലാസ്റ്റ് സാരി പിന്നെ ഒന്നും പറയാനില്ല, ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിൽ ആ ഒരു ആൻറ്റിക് സെറിയും കൂടി വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. സെറി വീവിങ്ങിലുള്ള എൻ പോർഷനാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ്. ഇഷ്ടപ്പെടുന്നവർ വേഗം സൈറ്റ് ബുക്ക് ചെയ്യുക. അടിപൊളി കളക്ഷനാണ്. 2400 റേറ്റ്. സൈറ്റ് ഐ ഡി അറിയാലോ, www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക.
പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.